പിന്നെയും നമുക്ക് ഒരു ക്ലാസ്സിനായിട്ട് ഒന്നിച്ചു കൂടുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം നമുക്ക് നൽകി തന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പം കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ദൈവം അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ സ്പീഡായിട്ട് പോയതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ എന്ന് എനിക്കും ബോധ്യമായി. കാരണം ഞാനത് ഒരു പ്രാവശ്യം കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് സ്പീഡിലാണ് ഞാൻ പോയിട്ടതെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതേ ഭാഗം തന്നെ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ബൈബിളിനെ കുറിച്ച് ഒട്ടും അറിയാത്തവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട്, പഠനത്തിന് വേണ്ടി മനസ്സ് വെച്ചതുകൊണ്ട് അവരെ കൂട്ടേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുക, വിവരണങ്ങളോട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പറ്റില്ല, അതിന് കാരണമുണ്ട്. കാരണം ഇത് ബൈബിൾ സർവേ ആണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ബൈബിൾ സർവേക്ക് ഒത്തിരി നമുക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ പരിമിതികളും എല്ലാം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോകേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളത് ആ നിലവാരത്തിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി പേർക്ക് ബൈബിളിനെ കുറിച്ച് അറിയാവുന്നവരാണ്. പക്ഷേ എങ്കിൽ പോലും തീരെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ രണ്ടാമത് ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ ഭാഗത്തൂടെ പോകുന്നത്. ഇതിന് വിശാലമായ പഠനം നമുക്ക് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമുക്കുണ്ട്. ആ വിഷയം എടുത്ത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ മറ്റ് വിശാലമായ എല്ലാ ഭാഗത്തിലേക്കും നമുക്ക് പോകാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ പഞ്ചഗ്രന്ഥങ്ങളെക്കുറിച്ച് തന്നെ ഇത്തവണ വീണ്ടും ഒരു ചെറിയ അവലോകനം മാത്രം ഞാൻ ഉൾപ്പെടുത്തുവാണ്. അതുകൊണ്ട് എല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആളുകൾ അല്പം കുറവുണ്ട്. പലർക്കും നെറ്റ് വിഷയം പേരിൽ കയറാൻ പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ആണോ? രണ്ടാമത്തെ ഒരു മാപ്പ് ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ബൈസാറോടെ PDF കോപ്പി തരാൻ പറയുന്നു, പെട്ടെന്ന് മറന്നുപോയി. അതുകൊണ്ട് നാളെ തന്നെ അതിന്റെ കോപ്പി ഞാൻ സിസ്റ്റമിലേക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും, PDF കോപ്പി. ഓക്കെ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെ വായിക്കാൻ ആരെങ്കിലും തുനിഞ്ഞിട്ടുണ്ടോ? റെഗുലറായിട്ട് വായിക്കാൻ ആരെങ്കിലും മനസ്സ് വെച്ചിട്ടുണ്ടോ? മൊത്തമായിട്ടല്ല വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് വൈസിൽ ബൈബിൾ സർവേയുടെ അതിൽ തന്നെ നമ്മൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ള ആ ഒരു ഉപവിഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള വായിക്കാനുള്ള ശ്രമങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. കാരണം ഒരു ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അതിപ്പോ ഞങ്ങൾക്ക് ആവർത്തനത്തിൽ എത്തിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. മിനിസ്റ്റർ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. എല്ലാവരും ആ ഒരു ദൗത്യത്തിലേക്ക് മുന്നോട്ട് വരണം. കാരണം നമ്മൾ ഈ പഠിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ മിക്കവാറും എല്ലാവരും വായിച്ചവരാണെന്നുള്ള എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഒന്നുകൂടെ നമ്മളൊന്ന് വായിക്കാൻ തുടങ്ങും, ഒരാവർത്തി കൂടെ വായിക്കാനുള്ള ഒരു ശ്രമം. അത് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പോകുകയാണെങ്കിൽ അത് വായിച്ച് പൂർത്തീകരിക്കാൻ കുറച്ചുകൂടെ നമുക്ക് സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് നമ്മൾ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത്. അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അഥവാ സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ മറ്റൊരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മറ്റൊരു ഭാഗം, അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിലെ 10-ാം അധ്യായമാണ്. ആ 10-ാം അധ്യായത്തെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് ആ 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ അടുത്തൊരു സബ്ജക്റ്റ്, അഥവാ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്, സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ
പഞ്ചഗ്രന്ഥങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഭാഗങ്ങളും വായിക്കുന്നതോടൊപ്പം തന്നെ ഒരു 2-3 ആവർത്തി 9-10 അധ്യായങ്ങൾ കൂടെ നമ്മൾ വായിക്കണം. ഒരു 2-3 ആവർത്തി കൂടെ നമ്മൾ വായിക്കണം. കാരണം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ടും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചത് മെയിനായിട്ട്. അതിലൊന്ന് പുരാതന ചരിത്രം എന്നുള്ള നിലവാരത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ആ ഭാഗങ്ങളാണ് പുരാതന ചരിത്രം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ രാഷ്ട്രങ്ങൾ എങ്ങനെ ഉണ്ടായി, വിവിധ ഭാഷകൾ എങ്ങനെ ഉണ്ടായി, വിവിധ സംസ്കാരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അല്പം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ചെറിയൊരു രൂപം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം, ആ ജലപ്രളയം മുഖാന്തരം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മുഖാന്തരം നോഹ ഒരു പെട്ടകം പണിതു. നോഹയുടെ കുടുംബവും പിന്നെ കുറെ ജീവജാലങ്ങളും കൂടെ അതിനകത്ത് കയറി ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഒരു കഥ പോലെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ അവരിൽ നിന്ന്, അഥവാ നോഹയുടെ 3 മക്കളിൽ നിന്നാണ് ഇന്ന് കാണുന്ന സകല ലോക ജനതകളും ഉത്ഭവിച്ചിരിക്കുന്നത്, സകല മനുഷ്യവർഗങ്ങളും ഉത്ഭവിച്ചിരിക്കുന്നത്. അത് വ്യത്യസ്തമായ ഗോത്രങ്ങളായിട്ടും രാജ്യങ്ങളായിട്ടും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായിട്ടും വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഉടമകളായിട്ടും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് പരന്നു കിടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10-ാം അധ്യായം വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 10-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രത്യേക പഠനം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നോഹയുടെ 3 പുത്രന്മാരുടെ പേര് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഹാമ്, ഷേമ്, യാഫെത്ത്. ഇങ്ങനെ 3 ആൺമക്കളാണ് നോഹയ്ക്കുണ്ടായിരുന്നത്. അവരിൽ നിന്നാണ് ലോകത്തിൽ ഇന്ന് കാണുന്ന സകല ജനസമൂഹങ്ങളും അതുപോലെ തന്നെ എല്ലാ സംസ്കാരങ്ങളും, ഭാഷകളാണെങ്കിലും വർഗങ്ങളാണെങ്കിലും ഗോത്രങ്ങളാണെങ്കിലും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കങ്ങളുമില്ല. 3-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ 3-4 അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പം സംസ്കാരങ്ങളുടെ തുടക്കം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിനു വേണ്ടി മണ്ണിനോട് മല്ലടിക്കുവാൻ വേണ്ടി അവൻ്റെ പ്രയത്നങ്ങൾ, അവൻ്റെ ജീവിതം, നിരന്തരമായ ജീവിതം എങ്ങനെ സുഗമമായി കൊണ്ടുപോകണം എന്നുള്ളതിന് വേണ്ടി അവൻ പ്രയത്നങ്ങളുടെ ഭാഗമായിട്ട് ഇരുമ്പ്, ചെമ്പ്, സ്വർണം അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത് അതുകൊണ്ട് ആയുധങ്ങളും ആഭരണങ്ങളും അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ആ കാര്യം ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി സ്പീഡിലായിട്ട് നമ്മൾ പോയത് കൊണ്ടാണ് അങ്ങനെ അത് എനിക്ക് ആ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതൊക്കെ ഇടയായിത്തീരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗത്തുനിന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ 11-ാം അധ്യായത്തിന് ശേഷം 12 മുതൽ അതിൻ്റെ 50-ാം അധ്യായം വരെയുള്ള ഭാഗം, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ എടുത്തു പറഞ്ഞാൽ 10-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച്, അഥവാ അബ്രഹാം തുടങ്ങിയുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ തന്നെ ഇസ്ഹാക്കിന്റെ ജീവചരിത്രം, യാക്കോബിന്റെ ജീവചരിത്രം, അപ്പോൾ തന്നെ 12 ഗോത്ര പിതാക്കന്മാരുടെ ചെറിയൊരു ഹിസ്റ്ററി, ഇതൊക്കെ നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കും. അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 10-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള സെക്കൻഡ് പാർട്ടിലാണ് കിടക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ഇനിയും വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പ്രത്യേക വിഷയത്തിലേക്ക് നമുക്ക് പോകണം. പക്ഷെ അത് ഈ ഒരു ടൈമിൽ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി വിശദീകരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള, അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സംഭവം ഞാൻ നേരത്തെ പറഞ്ഞത് ജലപ്രളയത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ, അഥവാ ശ്യാം, ഹാം, യാഫേത്ത്, ഇങ്ങനെ 3 മക്കളിൽ നിന്ന്, അഥവാ നോഹയുടെ മക്കളിൽ നിന്ന് ലോക ജനതകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ വിവരണങ്ങളെ കുറിച്ച് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ആ ഭാഗം കൂടെ നമുക്ക് വളരെ വിശാലമായിട്ട് പഠിക്കാനുള്ള മറ്റൊരു സൗകര്യം നമുക്ക് ഒരുക്കാം. അതുകൊണ്ട്
തൽക്കാലം ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഞാൻ അല്പം ഒന്ന് മാറി പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് പഠിക്കുവാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്. ഓക്കെ, ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത മിസ്രയീം ദേശത്ത് അടിമകളായിട്ട് ജീവിച്ചു. അതിൽ നിന്ന് മോശെ മുഖാന്തരം അവർക്കൊരു വിടുതൽ ലഭിക്കുന്നു. അവരുടെ യാത്ര മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, യാത്രകളിലെ ചെറിയ വിവരണങ്ങൾ നമുക്ക് പുറപ്പാട് പുസ്തകങ്ങളിൽ, സംഭവവികാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ അധ്യായങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വിശാലമായിട്ടുള്ളൊരു പഠനം സർവേയിലൂടെ സാധ്യമല്ല. പ്രത്യേക വിഷയങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് കാണുന്നത് ഇസ്രായേൽ ജനതയുടെ വീണ്ടെടുപ്പാണ്. മോശയുടെ ജനനം, അതുപോലെ തന്നെ മോശെ മുഖാന്തരം ഇസ്രായേൽ ജനതകളെ അവിടെ നിന്ന് അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് മോശയുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുറപ്പാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന ഒരു സംഭവം, ഇസ്രായേൽ ജനതയെ അവരുടെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്യ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ആ വിധത്തെക്കുറിച്ച് വളരെ ദൈവത്തിന്റെ ഒരു വ്യത്യസ്തമായ ഇടപെടലിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ കാണുന്ന സംഭവങ്ങള്, ഫറവോൻ ഒരു തരത്തിലും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരെ അവിടുത്തെ അടിമജനങ്ങളായി ഉപയോഗിച്ച് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് അവിടുത്തെ ഫറവോൻ എന്ന് പറയുന്ന അവിടുത്തെ രാജാവിന്റെ ഉദ്ദേശം എന്നുള്ളത്. പക്ഷേ ആ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുന്ന ആ ഒരു വ്യത്യസ്തമായ രീതി, അത് വളരെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം 10 ബാധകൾ അയച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല. ബൈബിൾ നിരന്തരം വായിക്കുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഭാഗം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ആവർത്തന വിരസത ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നിരന്തരം വായിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും അത് വളരെ ഒരു വിരസതയാണ്. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ 10 ബാധകൾ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി മിസ്രയീമ്യ ജനത്തോട് ദൈവം കാണിച്ച, അല്ലെങ്കിൽ ബാധകൾ അയച്ചുകൊണ്ട് അവർ വിടുവിക്കുന്ന ഭാഗങ്ങൾ. അതിൽ 1-ാമത്തെ ബാധയാണ് വെള്ളം രക്തമായത്. ആ പ്രദേശത്തെ നദിയിലെ വെള്ളം, അവരുടെ ജലസ്രോതസ്സുകൾ മുഴുവനും രക്തമായി തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഓരോ ബാധകള് മിസ്രയീം ദേശത്തിന് എതിരെ ആയിട്ട് ദൈവം അയക്കുമ്പോഴും അവർ ഒരു ചെറിയൊരു അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ ബാധകൾ മാറുവാൻ വേണ്ടി മോശയോട് പ്രാർത്ഥിക്കുകയും ആ ബാധ മാറിയതിനു ശേഷം വീണ്ടും അവരുടെ ഹൃദയം കഠിനമാകുന്നു ഒക്കെ നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കും. ഓക്കെ, അതിന്റെ മറ്റു സന്ദേശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. 2-ാമത്തെ ഒരു ബാധയായിരുന്നു തവളകളുടെ ഒരു ബാധ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ്, സ്വതവേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ് തവള എന്ന് പറയുന്നത്. അത് മേൽക്കുമേലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തും നമ്മുടെ എന്താ പറയാ എല്ലാ കട്ടിലും കിടക്കുന്ന സ്ഥലങ്ങളിലും അത് നമ്മുടെ വ്യത്യസ്തമായ ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് തവളകളുടെ ഒരു പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാധ അയച്ചു. പക്ഷെ ഫറവോൻ അതിനകത്തും അവന്റെ കഠിനമായ മനസ്സ് ഒരിക്കലും ഉരുകി പോകുന്നില്ല. 3-ാമത്തെ ഒരു ബാധ എന്ന് പറയുന്നത് പേനായിരുന്നു. അതുകൊണ്ടും ഫറവോന്റെ മനസ്സ് എന്താ പറയാ സോഫ്റ്റ് ആവുന്നില്ല. നായീച്ചയുടെ ആക്രമണം അയച്ചു. അതിൽ നിന്നും ഫറവോൻ പഠിക്കുന്നില്ല. അവരുടെ മൃഗസമ്പത്തിന്റെ മുകളിൽ ദൈവം കൈവച്ചു. പക്ഷെ അതിൽ നിന്നും അവർ പഠിക്കുന്നില്ല. ചെറിയ ചെറിയ മാനസാന്തരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും ഇസ്രായേൽ ജനത്തെ അവരുടെ ആരാധനയ്ക്കായി വിടുവാനോ അല്ലെങ്കിൽ അവരെ അവിടുന്ന് സ്വതന്ത്രമായി വിടുവാനോ പര്യാപ്തമാകുന്ന നിലവാരത്തിൽ അതൊന്നും ഫറവോനെ ബാധിക്കുന്നില്ല എന്നുള്ള നിലവാരത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ശാരീരികമായ അവസ്ഥകളിൽ വ്യത്യാസം വരുത്തി, പരുക്കൾ വരുത്തി. അതുപോലെ തന്നെ കൽമഴ,
ഐസ് മഴ പോലെയുള്ള സംഭവങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ വെട്ടുകിളി അയച്ചിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ മറ്റൊരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു കൂരിരുട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറയുന്ന അവസ്ഥ. ഇത്യാദി കാര്യങ്ങളൊക്കെ 9 ബാധകൾ അയച്ചിട്ടും ഫറവോന്റെ ഹൃദയം ഇസ്രായേൽ ജനത്തെ വിടുവാൻ തക്ക നിലവാരത്തിലേക്ക് അഴഞ്ഞു കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം 10ാമതൊരു ബാധ അയക്കുന്നുണ്ട്. ഈ 10ാമത്തെ ബാധയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് മിസ്രയീം ജനത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ കൂടെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബാധകളെ കുറിച്ചൊക്കെ പറയുവാൻ ഇടയായിത്തീരുന്നത്. വിശുദ്ധ തിരുവെഴുത്തുകളെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുന്നവരും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഈ ബാധകളൊക്കെ അവർക്ക് അയക്കുമ്പോൾ ദൈവം അവരെ ന്യായം വിധിക്കുകയായിരുന്നു എന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്രയീമിന്റെ ഒരു ചരിത്രം, നമ്മൾ ഉത്ഭവ ചരിത്രം അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ അവര് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച്, മിസ്രയീമിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഏകദൈവത്തെ വിശ്വസിക്കുന്നവരല്ല, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. അതുകൂടെ മനസ്സിലാക്കണം. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തില് ഓരോ പഞ്ചായത്തുകളും ഭരിക്കാൻ വേണ്ടി ഓരോ ഭരണാധികാരികൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുരാജാക്കന്മാരൊക്കെ ഉള്ളതുപോലെ തന്നെ അവരുടെ മിസ്രയീമിനകത്തുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ, പട്ടണങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ദേവതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ദേവതകളുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ ജീവിതക്രമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഏകസത്യ ദൈവത്തെ അവര് മനസ്സിലാക്കുവാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫറവോന്റെ അടുക്കലേക്ക് മോശെ വന്നിട്ട് യഹോവ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ യഹോവയെ ഞാൻ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നു. അവർക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്, പക്ഷെ ആ കൂട്ടത്തിൽ യഹോവ എന്ന ഉച്ചാരണ നാമമുള്ള ഒരു ദൈവത്തെക്കുറിച്ച് അവർക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നൊക്കെ. യഹോവയെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ അവർ പറയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വെള്ളം രക്തമാക്കിയതും തവള അയച്ചതും പേന്, നായീച്ച, മൃഗവ്യാധി, പരുക്കള്, കൽമഴ, ഇതുപോലെ വെട്ടുകീളി, അന്ധകാരം, ഇതെല്ലാം ഈ നിലവാരത്തിലെല്ലാം അവരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ ആത്മീക നിലവാരത്തിലുള്ള അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ ഉള്ള സംഭവങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ജീവിതത്തിൽ എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ 10ാമത്തെ ബാധയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് മിസ്രയീമ്യ ജനത്തിന് മാത്രമല്ല ബാധിച്ചത്, അത് ഇസ്രായേൽ ജനത്തെ കൂടെ ബാധിക്കുന്നതായിരുന്നു കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭവനത്തിലെ ആദ്യജാതനായ ഒരു മകനുണ്ടെങ്കിൽ ആ മകനെ സംഹരിച്ചു കളയുന്ന ഒരു വ്യത്യസ്തമായ പ്രോസസ്സിംഗ് ആണ്, രീതിയാണ് അവിടെ നടന്നത്. അതിലൂടെ ഫറവോന്റെ മനസ്സിന് മാറ്റം വരുവാനും മാനസാന്തരം വരുവാനും ഇസ്രായേൽ ജനത വിട്ടയക്കാനും ഉതകും എന്നുള്ളത് ദൈവത്തിന് ബോധ്യമുണ്ടായിരുന്നു. ദൈവം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. അത് മോശയ്ക്ക് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കടിഞ്ഞൂൽ സംഹാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു വലിയ ദാർശനികമായ സംഭവം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുമ്പം ഇസ്രായേൽ ജനത്തിനെ മിസ്രയീമ്യരുടെ ഇടയിൽ നിന്നുള്ള ഒരു വിടുതലും അതുപോലെ കാരണമാക്കിയ ഒരു സംഭവവും, അപ്പോൾ തന്നെ അവരുടെ കടിഞ്ഞൂൽ സംഹാരത്തിന് മരണദൂതൻ അവരുടെ ഭവനങ്ങളിൽ കയറാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂടിയായിരുന്നു. ഇസ്രായേൽ ജനതയുടെ ഭവനങ്ങളിലേക്ക് മരണദൂതൻ കയറാതിരിക്കുവാനുള്ള ഒരു സംവിധാനം കൂടിയായിരുന്നു കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുന്ന സംഭവത്തിലൂടെ ദൈവം അവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോഴിവിടെ കടിഞ്ഞൂൽ സംഹാരം ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമം കൊടുത്തു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു വഴി ഒരുക്കി കൊടുത്തു. അതാണ് പെസഹ എന്ന് പറയുന്ന ആ ഒരു വ്യത്യസ്തമായ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ പെസഹ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് മാത്രം രക്ഷ വരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അഥവാ മരണദൂതൻ കടന്നു വരുമ്പോൾ അവർക്ക് അവരുടെ ഓരോ ഭവനത്തിനു വേണ്ടി ഓരോ കുഞ്ഞാടുകളെ അറുത്ത് അതിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കടിഞ്ഞൂൽ സംഹാരത്തിന് വേണ്ടി വരുന്ന ആ മരണദൂതൻ ഈ രക്തം കണ്ട് ആ വഴി മാറിപ്പോവുകയും അവിടെ സംഹാരം നടക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്.
എന്നാൽ ഇസ്രായേൽ ജനതയ്ക്ക് അവരത് വളരെ കൃത്യമായിട്ട് ആചരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനതകളുടെ ഒരൊറ്റ വീട്ടിൽ പോലും സംഹാരക ദൂതൻ കയറിയില്ല, ആ മരണം അവിടെ നടന്നില്ല. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പഠിക്കുമ്പോഴും അതിന്റെ പരിണിത ഫലത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ആ സംഭവം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം നമ്മളിവിടെ ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മളിവിടെ ഈസ്റ്ററൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ ആ ഒരു ക്രൂശി മരണം സംഭവിക്കുന്നത് ഈ ഒരു കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പെസഹ കുഞ്ഞാടിനെ അറുത്ത ആ ദിവസങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലേക്കുള്ള മരണം അല്ലെങ്കിൽ ആ പീഡാനുഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പെസഹയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുക. ഓക്കെ, ഇത് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ചരിത്രത്തിൽ സംഭവിച്ച കൃത്യമായിട്ട് ആ ഡേറ്റ് സഹിതം വളരെ കൃത്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ 10ാമത്തെ ബാധ എന്ന് പറയുന്ന കടിഞ്ഞൂൽ സംഹാരം അത് മിസ്രൈമി ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇസ്രായേൽ ജനതയ്ക്കും കൂടെ ആയിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അവിടെ ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തം കട്ടളപ്പടിമേലും കുറമ്പടിമേലും തേച്ചത് കൊണ്ടാണ് കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് ഇസ്രായേൽ ജനത കടിഞ്ഞൂൽ സംഹാരത്തിന് ശേഷം ഫറവോന്റെ മനസ്സലിയുകയും ഇസ്രായേൽ ജനത അവിടെ നിന്ന് അവരുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവരുടെ മധ്യത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കും. അവർ ചെന്നു നിൽക്കുന്നത് ഒരു ചെങ്കടലിന്റെ മുമ്പിലാണ്. ഓക്കെ, ഞാനൊരു അവലോകനം പോലെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. അവർ ചെന്നു നിൽക്കുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ്. അവർ കണ്ട മറ്റൊരു അത്ഭുതമായിരുന്നു അവിടെ. ഒരു ഗത്യന്തരമില്ലാതെ ഇസ്രായേൽ ജനത പുറപ്പാട് പുസ്തകം 14-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ, ഞാനിതൊരു മെസ്സേജ് അല്ലാത്തത് കൊണ്ട് ആ വഴിക്കൊന്നും കൂടുതൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇസ്രായേൽ ജനത ചെങ്കടലിന് മുൻപിലെത്തി. പക്ഷെ അവരെല്ലാവരും തെറ്റിദ്ധരിച്ചു പോയി. ഈ ചെങ്കടൽ അവിടെ എത്തിയപ്പോൾ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. ഫറവോനും സൈന്യവും അവരുടെ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാൻ വേണ്ടി. പക്ഷേ ഇവിടെ ദൈവം മോശയുമായിട്ടുള്ള ആശയവിനിമയം മോശ ദൈവവുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതിലൂടെ അവർക്കൊരു വഴി തുറക്കപ്പെടുന്നു. വളരെ അത്ഭുതകരമായ ഒരു വഴി തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ചെങ്കടലിന്റെ മുൻപിലെത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീടുള്ള പരാമർശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം പറയുമ്പോൾ ഞാൻ എൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും അവരെ വിടുവിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറയുവാനുള്ള കാരണം അതാണ്. ദൈവം അവിടെ ഒരു വഴി തുറന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനത അടിമത്വത്തിൽ കിടന്നിരുന്നതിനേക്കാൾ വളരെ ഭയാനകമായ നിലവാരത്തിൽ, അഥവാ അവരെല്ലാവരും തന്നെ സംഹരിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നേനെ. അവർക്ക് ഒരിക്കലും രക്ഷപ്പെടുവാൻ തക്കൊണ്ട് സാധ്യമല്ലായിരുന്നു. പക്ഷെ ദൈവം അവിടെ അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയും അവർ ചെങ്കടൽ പിളർന്ന് അതിലൂടെ അവർ അക്കരെ കടക്കുകയും ഫറവോനും സൈന്യവും അവരെ ആക്രമിക്കാൻ ഒരു പുറകെ ഇറങ്ങി തിരിച്ചപ്പോൾ ആ ചെങ്കടൽ അവരെ വിഴുങ്ങിക്കളയുകയും ചെയ്തു എന്ന ഒരു വലിയ ഹിസ്റ്ററിയാണ് നമുക്ക് അവിടുന്ന് കാണുവാൻ തക്കോണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഇങ്ങനെ അവരുടെ യാത്രകൾ പിന്നെ അവർ അവിടുന്ന് തുടരുമ്പം ഇസ്രായേൽ ജനത ശൂർ മരുഭൂമിയിലെത്തി എന്നുള്ളതാണ്. ആ ഭൂപ്രദേശത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ശൂർ മരുഭൂമിയിൽ അവരെത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർക്ക് സംഭവിച്ചത് അവർക്ക് വെള്ളം കിട്ടാനില്ല യാതൊരു തരത്തിലും. കാരണം ഇതെല്ലാം മരുഭൂമി പ്രദേശങ്ങളാണ്. മിസ്രൈമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, അതിന്റെ പരിസര പ്രദേശങ്ങളെ കുറിച്ച് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആ മിസ്രൈമിനെ കുറിച്ച് അതിന്റെ ഭൂപ്രദേശത്തെ കുറിച്ചൊക്കെ പഠിച്ചപ്പം അതിന്റെ 96% ഭൂപ്രദേശവും മരുഭൂമിയായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. 96% ഭൂപ്രദേശങ്ങൾ, മിസ്രൈമിന്റെ 96% ഭൂപ്രദേശങ്ങളും മരുഭൂമിയാണ്, വരണ്ട സ്ഥലങ്ങളാണ്. എന്നാൽ കേവലം 4% സ്ഥലങ്ങളിലാണ് ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ജനങ്ങളൊക്കെ താമസിക്കുന്ന ജനനിബിഡമായ സ്ഥലങ്ങളുള്ളത്. ആകെ 4% സ്ഥലത്താണ്. അത്രയും കുറച്ച് സ്ഥലത്താണ് മിസ്രൈമിൽ ജീവിക്കുവാനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത്.
അപ്പൊ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുക, ഇസ്രായേൽ ജനത അതിന്റെ ആ ഒരു വശത്തുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ അവരെത്തിപ്പെട്ട സ്ഥലത്ത് ഒരിക്കലും ചെങ്കടൽ കടന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു തരത്തിലും വെള്ളം കിട്ടുന്നില്ല. നമ്മളവിടുന്ന് മനസ്സിലാക്കുന്ന 6 ലക്ഷത്തിലധികം ആളുകൾ, നമ്മുടെ വേദപണ്ഡിതന്മാരുടെ കണക്കൊക്കെ അനുസരിച്ച് 25 ലക്ഷം ആളുകൾ ഏകദേശം കാണും, സ്ത്രീകളും കുട്ടികളും എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് എനിക്ക് ഇപ്പോൾ വെള്ളം നിരന്തരമായിട്ട് കുടിക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരാളാണ്. അപ്പൊ വെള്ളം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. അത് എന്നെ അറിയാവുന്ന പല പ്രിയപ്പെട്ടവർക്ക് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഞാനത് എടുത്തു പറഞ്ഞൊരു കാര്യം, വെള്ളത്തിന്റെ രൂക്ഷത സംഭവിച്ചു കഴിഞ്ഞാൽ, വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ ജനത്തിന്റെ കാര്യം വളരെ പ്രശ്നമാണ്. അതും പ്രത്യേകിച്ച് 10-25 ലക്ഷം അടങ്ങുന്ന ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തായാലും വെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും മാനുഷികമായിട്ട് അവർ പിറുപിറുക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ദൈവം അവരെ നടത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവർക്ക് വിശ്വസിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ തെളിവ് നമ്മൾ കാണുന്നത്, ഇസ്രായേൽ ജനതയെ ദൈവം 40 വർഷം മരുഭൂമിയിലോ നടത്തിയപ്പോ അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരിട്ടിരിക്കുന്ന വസ്ത്രം അത് ജീർണിച്ചു പോയില്ല എന്നൊക്കെയാണ് അവരെ കുറിച്ചുള്ള പഠനം, അവരുടെ യാത്രാ വിവരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദൈവം വളരെ വിദഗ്ധമായി അവരെ മറ്റ് ആർക്കും കൊടുക്കാത്ത പ്രൊട്ടക്ഷൻ കൊടുത്ത് ദൈവം അവരെ വഴി നടത്തി എന്നുള്ളതാണ്. അപ്പം അവർ ശൂർ മരുഭൂമിയിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യം വന്നു. പക്ഷെ അവർ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു, അവർ മാറയിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം കിട്ടി. അവിടെ അവർക്ക് കിട്ടിയ വെള്ളം കുടിക്കാൻ പറ്റുന്നതായിരുന്നില്ല, ഒരു മലിനജലമോ അല്ലെങ്കിൽ കയ്പുള്ള വെള്ളമോ ആയിരുന്നു എന്നുള്ളതാണ്. വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ അതവർക്ക് കുടിക്കാൻ പാകത്തിനുള്ളതായിരുന്നില്ല. പക്ഷേ ദൈവം അവിടെയും അവർക്ക് വേണ്ടി വഴികൾ ഒരുക്കി, ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിന്റെ കൊമ്പ് വിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മധുരമായി തീരുമെന്ന് മോശയോട് പറഞ്ഞതനുസരിച്ച് മോശ അത് ചെയ്തു. ആ വെള്ളം ശുദ്ധമായി തീർന്നു, പഥ്യമായി തീർന്നു. അത് അവർക്ക് എല്ലാവർക്കും കുടിച്ച് തൃപ്തി പ്രാപിക്കാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ജനം പിന്നെയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ അവർക്ക് സംഭവിച്ചത്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാമഗ്രികളൊക്കെ തീർന്നു കാണും. അവർക്ക് വിശപ്പ് ആരംഭിച്ചു. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ആ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഉള്ള സൗകര്യം വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാനും വയ്യ. അപ്പൊ അവർ വളരെ വിശന്നു. അപ്പോഴാണ് പിറുപിറുപ്പിന്റെ അനുഭവങ്ങളൊക്കെ കൂടി വരുന്നത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും 2-3 ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഭക്ഷണമില്ലാതെയൊക്കെ കിടക്കാൻ സാധിക്കും. പിന്നെ അതിലധികം കിടക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരം ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ജനത്തിനും വിശന്നു, പക്ഷെ ഭക്ഷണം കിട്ടാനില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ അവര് സ്വാഭാവികമായിട്ടും മോശയ്ക്ക് എതിരായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ദൈവം അവർക്ക് അവിടെയും വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം അത്ഭുതകരമായി ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ ഹിസ്റ്ററി തന്നെയാണ് പുറപ്പാട് പുസ്തകത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വപ്നം കാണുവാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഭക്ഷണമാണ് ദൈവം അവർക്ക് അവിടെ മരുഭൂമിയിൽ ഒരുക്കി കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്ര നല്ലൊരു നിലവാരത്തിൽ ദൈവം അവരെ നടത്തി. കാടപക്ഷിയെ കൊടുത്തു, അതുപോലെ തന്നെ മന്നയെ കുറിച്ചൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്നത് ദൂതന്മാരൊക്കെ ഭക്ഷിക്കുന്ന ഭക്ഷണമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകാശത്ത് നിന്ന് ദൈവം ഒരു വ്യത്യസ്തമായ രീതിയിൽ ഭൂമിയിലേക്ക് അവർക്ക് അത് കൊടുത്തു. അതിന്റെ കൃത്യമായ സമയങ്ങളിൽ അവർക്ക് ഭക്ഷിക്കുവാനുള്ള സമയങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അതിന്റെ അളവനുസരിച്ചൊക്കെ ദൈവം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ദൈവം അവരെ വളരെ കൃത്യമായിട്ട് വഴി നടത്തിയ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കും. പിന്നെ അവർ മുന്നോട്ട് പോയി. അവർക്ക് പിന്നെയും വെള്ളത്തിന് ക്ഷാമം വന്ന ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഉണ്ടായ ജലത്തിന്റെ ക്ഷാമം പരിഹരിച്ചത് ദൈവം അവരെ വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് അവർ നടത്തി. ആ കിട്ടിയ വെള്ളം കയ്പുള്ളതായിരുന്നു. ആ വെള്ളത്തെ ദൈവം എന്താ പറയാ, ഒരു മധുരമാക്കുന്ന നിലവാരത്തിലേക്ക് അതിനെ ഒരു വ്യത്യസ്തമായ സാഹചര്യം അവിടെ ഒരുക്കി. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർക്ക് വെള്ളം കിട്ടാനില്ല, യാതൊരു സാഹചര്യവുമില്ല. നേരത്തെ അവർക്ക് മാറായിൽ നിന്ന് വെള്ളം കിട്ടി, അതിനെ ശുദ്ധീകരിച്ചു, അതവർക്ക് കുടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർക്ക് വെള്ളം ഒരു തരത്തിൽ അവർക്ക് കിട്ടാനില്ല, സാധ്യതകളില്ല, യാതൊരു സാധ്യതകളും ഇല്ല. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്, മോശയുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് പാറയെ അടിക്കുവാൻ വേണ്ടി പറഞ്ഞു. ആ പാറ പിളർന്ന് അവർക്ക് അവരുടെ ദാഹം ശമിപ്പിക്കുവാനുള്ള വെള്ളം അവർക്ക് അവിടുന്ന് കിട്ടി എന്നുള്ളതാണ്
ആ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ അവരുടെ ആ ദൈവം അവർ നടത്തിയ വഴികളെ കുറിച്ചൊക്കെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനത് പറയുമ്പം എനിക്കറിയാം, നമ്മുടെ ഈ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ബൈബിളിന്റെ പശ്ചാത്തലങ്ങൾ അറിയാവുന്നവർക്ക് ഇതൊരു ഒരു വിരസത തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഭാഗം വായിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ ക്ലാസ്സോട് കൂടി എനിക്കത് അവസാനിപ്പിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം നടത്തിക്കൊണ്ടുവരുന്ന ജനത, ആ ജനതയ്ക്ക് അവർ അടിമത്തത്തിൽ കിടന്നിരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ അവർ മരുഭൂമി വഴി അവർ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ യാത്രാ മധ്യത്തിലൊന്നും അവർക്ക് ശരിയായ വിധത്തിൽ അഥവാ ഒരു ഡിസിപ്ലിൻ അവർക്കുണ്ടായിരുന്നില്ല, ഒരു ഓർഡർ അവർക്കുണ്ടായിരുന്നില്ല. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, അതുപോലെ തന്നെ സമൂഹത്തിൽ അവരെങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ മറ്റ് സാംസ്കാരികമായ നിലവാരത്തിൽ അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവർ അത്രയും കാലം അടിമത്തത്തിൽ കിടന്നു. അവിടുന്ന് ശീലിച്ച കുറെ ശീലങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നല്ലാതെ അവർക്ക് ദൈവവുമായിട്ട്, ഏകസത്യ ദൈവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് പോകണമെന്നോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് എങ്ങനെ ജീവിക്കണമെന്നോ ധാർമ്മികമായ നിലവാരം എങ്ങനെ പുലർത്തണമെന്നോ അവർക്ക് കാര്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നില്ല. അവരെ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് 20-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ആദ്യം അവിടെ കൊടുക്കുന്ന ഒരു 10 കൽപ്പനയാണ്. നോക്കിക്കേ, ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കൽപ്പനകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ എന്താ പറയാ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു നിലവാരം പുലർത്തുന്ന ഒരു ഒരു നിയമ സംഹിതയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, 20-ാം അധ്യായത്തിലേക്ക് വരുമ്പം പ്രധാനപ്പെട്ട 10 കൽപ്പനകൾ അവിടെ പറയുന്നത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇപ്പൊ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്രയീമിൽ അവർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മിസ്രയീമ്യർ എന്ന് പറയുന്ന ആ ജനവിഭാഗം ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ബഹുദൈവങ്ങളെ, അബ്രഹാമിനെ ദൈവം വിളിച്ചു ഉയർത്തിയിരിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു ഉയർത്തിയിരിക്കുന്നത്. കാലാന്തരത്തിൽ അവർക്ക് അവരുടെ സാഹചര്യവശാൽ മിസ്രയീമിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. അവരുടെ നല്ല അവസ്ഥകൾ അഥവാ യോസേഫുമായി ബന്ധമുണ്ടായിരുന്ന രാജാക്കന്മാർ അവരുടെ പരമ്പരകളൊക്കെ അവസാനിച്ചു. യോസേഫിനെ അറിയാത്തൊരു രാജാവ് അവിടെ രാജ്യത്വത്തിലേക്ക്, രാജകസറയിലേക്ക്, ഭരണകർത്തവ്യത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നപ്പം യോസേഫിനെയോ അല്ലെങ്കിൽ അവന്റെ കൂട്ടത്തിലുള്ള ആളുകളെയോ അവര് നല്ല നിലവാരത്തിൽ കാണുവാൻ ഇടയായി തീർന്നില്ല. അവർ അടിമകളാക്കി തീർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അടിമ ജീവിതത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ മിസ്രയീമിലുണ്ടായിരുന്ന ബഹുദൈവങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോവുകയോ ചെയ്യേണ്ട ആവശ്യങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ നോക്കൂ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഏകസത്യ ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അതിലൂടെ അവർ മുന്നോട്ട് പോകണം. അബ്രഹാമിന് കാണിച്ചു കൊടുത്ത കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി അവർക്കൊരു നിയമം ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ ആ നിയമത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 10 കൽപ്പനകളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഞാനല്ലാതെ എന്ന് പറയുമ്പം അനുഭവത്തിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. 10 ബാധകളെ കുറിച്ച് അവരെ പിന്നെയും ഓർമ്മപ്പെടുത്തുന്ന നിലവാരത്തിലാണ് ഈ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ബഹുദൈവ വിശ്വാസികളായിരുന്ന മിസ്രയീമ്യ ജനത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഏകസത്യ ദൈവമായ ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ നിങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് അവരെ ഒരു ഡിസിപ്ലിനിലേക്ക്, ഒരു ഓർഡറിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അവരോട് പറയുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്. നോക്കുക, എത്ര വിശിഷ്ടമായ കൽപ്പനയാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. ഇതിനൊക്കെ സാധ്യതകൾ അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവർ പിന്നെയും വിഗ്രഹാരാധനയിലേക്കും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്കും ഒക്കെ അവർ പുറകോട്ട് പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. ഈ നിയമസംഹിതകളെയൊക്കെ അവർ കാറ്റിൽ പറത്തി അവർ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കും അതുപോലെ തന്നെ വഴിവിട്ട ജീവിതത്തിലേക്കും ഒക്കെ പോയ ചരിത്രം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് ദൈവം അവരെ ഒരു നല്ല ഒരു ഒരു നിയമസംഹിത അവർക്ക് കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ നല്ല നിലവാരത്തിൽ ജീവിക്കുവാനുള്ള ഒരു നിലവാരത്തിലേക്ക് അവർ കൊണ്ടുവരുന്ന ഭാഗമാണ് 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഇപ്പൊ 20-ാമത്തെ അധ്യായം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ച് കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നീട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന്റെ നാമം നമ്മൾ അനാവശ്യമായിട്ട് ഉച്ചരിക്കുവാനോ, വിശുദ്ധ തിരുവഴുത്തിൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വിശുദ്ധ തിരുവഴുത്തിലൂടെ നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ദൈവത്തിന്റെ നാമം അനാവശ്യമായിട്ടൊന്നും അതിനൊക്കെ നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് ദൈവത്തിന്റെ നാമം നമ്മൾ എടുക്കേണ്ടത്, അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആ ദൈവ സങ്കല്പങ്ങൾ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, അതിന്റെ മൂല്യം എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, അനാവശ്യമായിട്ട് അത് ഉപയോഗിക്കരുത്. അത് വളരെ മൂല്യമുള്ളതാണ്. മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ അത് അനാവശ്യമായിട്ട് അതിനെ നമ്മൾ ഒരു മൂല്യമില്ലാത്തതുപോലെ നമ്മൾ അതിനെ കാണരുത്. ഓക്കെ, അതിന് 4-ാമത്തെ ഒരു സംഹിത കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഒരു ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. നമുക്കറിയാം, എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, ശബത്തിനെ കുറിച്ച് ഒരു വലിയ ക്ലാസ് ഉണ്ട് നമുക്ക്. അതൊക്കെ സെപ്പറേറ്റ് നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇതിന്റെ ഈ ബൈബിൾ സർവേക്കകത്ത് നിന്നുകൊണ്ട് അത് പഠിക്കാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ക്ലാസ് തന്നെ ഉണ്ട് നമുക്ക്. ഓക്കെ, ദൈവം അനുവദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിന് തുനിയുന്നില്ല. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഹിസ്റ്ററി ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിന്റെ അതിന്റെ ഒരു വലിയ പരാജയം, ശബത്ത് നാളിനെ അവർക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ ഒരു വലിയ അതിന്റെ ഒരു വലിയ തെളിവാണ് നമുക്ക് ഇസ്രായേൽ ജനത ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോകേണ്ടി വന്നത് എന്നുള്ളത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇബ്രായ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് എനിക്ക് കൃത്യമായിട്ട് ആ റെഫറൻസ് ഓർക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് തിരുവഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത കൽപ്പനയാണ്. ഇത് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇത് ഈ കാലഘട്ടത്തിലെ ശാബത്തുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവരെ കുറിച്ചല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വിഭാഗം കൂടിയാണ് അവര്. പക്ഷെ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവർ ശബത്ത് നാളിനെ ശുദ്ധീകരണത്തോടെ കാണണം, അഥവാ ഒരു ആരാധന ദിവസമായിട്ട് കാണണം. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പരാമർശങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, യേശു അതിനെ എങ്ങനെയാണ് ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ശബത്ത് എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഒരു സാർവത്രിക നിയമം കൂടെയാണ്. ഞാൻ വിശദീകരിക്കാൻ തുനിയുകയല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ നിങ്ങളത് നിങ്ങളുടെ മെമ്മറിയിൽ അതൊന്ന് കെടുക്കണം. ശബത്ത് എന്ന് പറയുന്നത് അതൊരു സാർവത്രിക നിയമമാണ്. അതിന്റെ പരിസമാപ്തി വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവോടുകൂടെയാണ് അതിന്റെ പരിസമാപ്തി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശബത്ത് എന്ന് പറയുന്ന വിഷയത്തെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ടൊരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓക്കെ, അത് നമുക്ക് മറ്റൊരു സമയത്ത് നമുക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം കണ്ടെത്താം. 5-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത്ര നല്ല കൽപ്പനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതിന്റെ അവസ്ഥകള് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു നിയമം കൊടുക്കുവാൻ കാരണം. പക്ഷെ ഈ കാലഘട്ടത്തിൽ നോക്കിക്കേ, മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ജനങ്ങളെ കുറിച്ച് നമുക്ക്, മക്കളെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. ബഹുമാനം പോയിട്ട് മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും മനസ്സ് വയ്ക്കാത്ത ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, അവരെ നല്ല നിലവാരത്തിൽ സൂക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകണം എന്നുള്ള ഒരു വലിയ നല്ല ഒരു കൽപ്പന, 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ദൈവം അതുകൂടെ അവർക്ക് കൊടുത്തിരുന്നു. 6-ാമത് പറയുന്നത് കുല ചെയ്യരുത്. ആരെയും കൊല്ലുവാനുള്ള അവകാശം ദൈവം നമുക്ക് മനുഷ്യർക്ക് കൊടുക്കുന്നില്ല.
ആരെയും കൊല്ലാൻ ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ഒരു മനുഷ്യരെയും കൊല ചെയ്യരുത്. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതിനൊക്കെ ദൈവം ആദം ഹവ്വ ദമ്പതിമാരെ തന്നെ ഏദൻ തോട്ടത്തിൽ വെച്ച് അവരെ യോജിപ്പിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. വ്യഭിചാരം ചെയ്യുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അവകാശം ദൈവം കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള മറ്റു പരാമർശങ്ങളൊക്കെ നമുക്ക് പുതിയ നിയമത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ വിശാലമായ പഠനങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, 8ാമത്തെ കൽപ്പന മോഷ്ടിക്കരുത്. എത്ര വിശിഷ്ടമായ മറ്റൊരു കൽപ്പനയാണ് മോഷ്ടിക്കരുത്. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. അടുത്തൊരു കൽപ്പനയാണ് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. കൂട്ടുകാരന്റെ ഭവനത്തെയോ അവന്റെ ഭാര്യയെയോ അവനുള്ള യാതൊന്നും മോഹിക്കരുത്. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള 10 കൽപ്പനകളാണ് നമുക്ക് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ കൽപ്പനകളുടെ മൂല്യം സൂക്ഷിച്ചാൽ തന്നെ ദൈവം മുമ്പാകെ നീതിയുള്ളവരായി തീർന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പം എപ്പോഴും പറയുന്ന അവൻ ഒരു സന്തതിക്ക് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചപ്പോഴൊക്കെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തരും, പക്ഷേ നീ എന്റെ മുൻപിൽ നിഷ്കളങ്കനായി നടക്കുക. ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി നടക്കുക എന്നുള്ളതായിരുന്നു ദൈവം അബ്രഹാമിന് കൊടുത്ത കൽപ്പന എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായ നിലവാരത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ കൃത്യമായ നിലവാരത്തിൽ 10 കൽപ്പനയുടെ മൂല്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ദൈവിക കൽപ്പനകളുടെ മൂല്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുവാൻ നമ്മൾ വലിയൊരു ശ്രമം നടത്തണം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ 20ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നപ്പം ആ ജനതയെ ആ അടിമത്തത്തിൽ പ്രാകൃതമായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയെ ആത്മീക നിലവാരത്തിലും അവരുടെ സാമൂഹികമായ നിലവാരത്തിലും എല്ലാ നിലവാരത്തിലും അവരെ ഒരു ശ്രേഷ്ഠമായ ജനവിഭാഗമാക്കി മാറ്റുവാൻ ദൈവം ഒരു വലിയ സംഹിത അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സംവിധാന ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകാൻ ഒരു അവലോകനം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും വിരസതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും എനിക്കത് പറയാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു. ഓക്കെ, മറ്റൊരു സംഭവം എന്ന് പറയുന്നത് 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ, പുറപ്പാട് പുസ്തകത്തിൽ 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ ഈ 10 കൽപ്പനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പല പരാമർശങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെയാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒക്കെ വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 25ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു ആരാധനയ്ക്ക് വേണ്ടി ദൈവം ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അവിടെ ഇസ്രായേൽ ജനത ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനൊരു സംവിധാനം ദൈവം അവിടെ ഒരുക്കുകയാണ്. അതേക്കുറിച്ച് നമുക്കറിയാം. തിരുനിവാസം, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കേണ്ടതിന്, അതാണ് ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കേണ്ടതിന് ഒരു തിരുനിവാസം ഉണ്ടാക്കണം. ഒരു വ്യത്യസ്തമായ ഒരു സെപ്പറേഷൻ അവിടെ വേണം. അപ്പോ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവരുടെ മാനുഷികമായ നിലവാരത്തിൽ അതിനൊരു സംവിധാനം ദൈവം അവിടെ ഒരുക്കിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന തിരുനിവാസം എന്ന് പറയുന്ന സമാഗമന കൂടാരം. അതിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും എടുത്തു ചോദിക്കുന്നത് പോലെ ഈ ക്ലാസ്സിൽ ഞാൻ എടുത്തു ചോദിക്കാനൊന്നും തുനിഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേഗത്തിൽ പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തുനിയാതിരുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കും എന്നുള്ളതാണ്. ഒരാവർത്തി കൂടെ നിങ്ങൾ ബൈബിൾ വായിക്കുവാനുള്ളൊരു ശ്രമം കൂടെ നടത്തുക. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 32ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയും ദൈവവും തമ്മിലുള്ള അഭിമുഖ സംഭാഷണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കൂടുതൽ ആത്മീകമായ നിർദ്ദേശങ്ങളും അരുളപ്പാടുകളും ഒക്കെ കൊടുത്ത ചിത്രങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. ഏറ്റവും ഒടുവിലേക്ക് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോകട്ടെ. ഏറ്റവും ഒടുവിലെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ 40ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുത്ത ആ ഒരു മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വളരെ വിശിഷ്ടമായിട്ട് പറഞ്ഞാൽ ദൈവം മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് കാണിച്ചു കൊടുത്ത ആ മാതൃക പ്രകാരം, സ്കെച്ച് പ്രകാരം ആ തിരുനിവാസം അവര് പണിതെടുത്തു എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം 2 വ്യക്തികളെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരുന്നു. അതില് ഒരാളുടെ പേര് ബസലേലും മറ്റൊരാളുടെ പേര് ഒഹോലിയോബും എന്ന്, അങ്ങനെ 2 വ്യക്തികളെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഇവരെ തെരഞ്ഞെടുക്കുമ്പോൾ
നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമാഗമന കൂടാരം, നമുക്കത് കാണുമ്പോൾ വളരെ സിമ്പിളാണ്. സമാഗമന കൂടാരത്തിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വളരെ സിമ്പിളാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് നിർമ്മിക്കേണ്ടത് ഏത് മരം കൂടെയാണെന്നുള്ള ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഗദിര മരം കൊണ്ട് വേണം അത് പണിതെടുക്കാൻ. ഇതിനെക്കുറിച്ച് ഒരു പണ്ഡിതനായ മനുഷ്യൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്, ബൈബിളിനകത്ത് അങ്ങനെ കൃത്യമായിട്ട് കാണുന്നില്ല, ഗദിരമരം എന്നുള്ള ഒരു പരാമർശം കൊണ്ട് അത് അവസാനിക്കുന്നുണ്ടെങ്കിലും ഗദിരമരത്തെ കുറിച്ച് ഒരു പണ്ഡിതനായ മനുഷ്യൻ വിശകലനം ചെയ്തത് ഇങ്ങനെയാണ്: ആ സാധനം, ആ മരം എന്ന് പറയുന്നത് ഒരു തരത്തിലും വഴങ്ങി കിട്ടാത്തൊരു ഒരു മരമാണ്. അതിന്റെ രൂപം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഗദിരമരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു ആശാരിക്ക് അതിനെ ഒരു ശില്പവിദ്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കി എടുക്കുവാൻ വേണ്ടി, അതിന്റെ രൂപകൽപ്പന ചെയ്യുവാൻ വേണ്ടി ഒരിക്കലും യോജിച്ച ഒരു മരമല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠിച്ചവരൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് 2 വ്യക്തികളെ നിറച്ചു. അവർ ഈ ഗദിരമരം കൊണ്ട് ഈ സമാഗമന കൂടാരം അഥവാ തിരുനിവാസത്തിന് വേണ്ടിയുള്ള എല്ലാ പണികളും ഗദിരമരം കൊണ്ട് തീർത്തു എന്നുള്ളതാണ്. അതെങ്ങനെ തീർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ദൈവത്തിന്റെ ഒരു വ്യത്യസ്തമായ ഇടപെടലുകളൊക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ 1-2 റെഫറൻസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ഇടയായിത്തീരും. അസാധ്യമായ, അസാമാന്യമായ ഒരു വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത്രമാത്രം വിശേഷതയുണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോഴൊക്കെ. അതുപോലെ തന്നെയാണ് ഈ ബസലേലിനെയും അതുപോലെ തന്നെ ഒഹോബലിയലിനും ഒക്കെ ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ച് ആ വിശിഷ്ടമായ പണികൾക്ക് അവരെ പ്രാപ്തരാക്കി തീർത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴൊക്കെ 32 മുതലുള്ള അധ്യായങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതിന്റെ മാതൃകയിൽ തന്നെയാണ് ശലോമോൻ രാജാവ്. ദാവീദ് അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ ഒരുക്കിയെങ്കിലും ശലോമോൻ വഴിയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ഒരു കാണപ്പെട്ട ഒരു ദൈവാലയം പണിതു കൊടുക്കുന്നതൊക്കെ, വിശിഷ്ടമായ നിലവാരത്തിൽ ഒരു ആലയം പണിതു കൊടുക്കുന്നതൊക്കെ ഇതിന്റെ ഒരു സ്കെച്ച് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ 40-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം ആ ഭാഗം ആരെങ്കിലും ഒന്ന് വായിക്കണം. 40-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണേ. എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ ആരെങ്കിലും ഒരാള് ഒന്ന് നിർത്തി വായിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. നോക്കുക, ശ്രദ്ധിച്ചോ, ഈ ഭാഗം ശ്രദ്ധിക്കുക. ദൈവം ഒരു സമാഗമന കൂടാരം അല്ലെങ്കിൽ തിരുനിവാസം എന്ന് പറയുന്ന സമാഗമന കൂടാരം പണിയുവാൻ വേണ്ടി ദൈവം അവർക്കൊരു സ്കെച്ച് കൊടുത്തു. അത് പണി തീർന്നപ്പോൾ ആ സമാഗമന കൂടാരം അല്ലെങ്കിൽ തിരുനിവാസം എങ്ങനെയാണ് അവർക്ക് ഉപകാരമായി വന്നത്, അല്ലെങ്കിൽ അവരുടെ യാത്രകളിൽ ദൈവം എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തിയത് എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുകയാണ്. വായിക്കാം. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. അപ്പൊ നോക്കുക, ദൈവം അവരെ മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഏറ്റവും വളരെ വിശിഷ്ടമായ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വായിക്കാം. ഇസ്രായേലിയുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അവരുടെ അഗ്നിയും ഉണ്ടായിരുന്നു. നോക്കുക, ദൈവം അവരെ വഴി നടത്തിയ വിധങ്ങൾ എങ്ങനെയായിരുന്നു. സമാഗമന കൂടാരം അല്ലെങ്കിൽ തിരുനിവാസം എന്ന് പറയുന്ന ഈ വിശിഷ്ടമായ ഈ സംവിധാനത്തെ കുറിച്ച് ഒരു സെപ്പറേറ്റ് പഠനമുണ്ട്. അത് നമുക്ക് വരും സമയങ്ങളിലൊക്കെ നമുക്ക് ദൈവം തരുന്ന സമയങ്ങൾക്കനുസരിച്ചൊക്കെ നമുക്ക് അതിന്റെ വിശദീകരണ പഠനങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ വളരെ മോശമാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ നിലവാരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ആ വ്യത്യസ്തമായ നിലവാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും അവർക്ക് വിശന്നപ്പോൾ കാടപക്ഷിയെ കൊടുത്തു, അവർക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ പറയാറുണ്ടെങ്കിലും സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഒരു വ്യത്യസ്തമായ ഒരു പഠനമാണ്. ഓക്കെ, നമ്മുടെ സമയം ലഭിക്കുന്നതനുസരിച്ച് മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വിശാലമായ ഒരു പഠനം നമുക്ക് നടത്താം. കർത്താവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാമോ? 38 വരെയല്ലേ ഉള്ളൂ.
അതെ, 38 വരെ വായിച്ചു കഴിഞ്ഞല്ലേ? ആ ഓക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു ദൈവം അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ ഞാന് അടുത്ത നമ്മുടെ ലേവ്യ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകത്തെ കുറിച്ച് നമ്മളിതുപോലെ കഴിഞ്ഞ തവണ ഒരു ചെറിയ പരാമർശത്തിലൂടെ പോവുകയാണ് ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ വിശാലമായ പഠനം നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് മനസ്സ് ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള മാനസികമായ ഒരുക്കം നമുക്ക് വളരെ വളരെ വലിയൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ കേട്ടതുപോലെ തന്നെ ആ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ഇസ്രായേൽ ജനത എങ്ങനെ ആരാധിക്കണം, ആധ്യാത്മികമായ നിലവാരം എങ്ങനെ നല്ല നിലവാരത്തിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ പഠനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. അത് അതിനെക്കുറിച്ച് അവരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നത് ലേവ്യ പുസ്തകം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പുരോഹിതന്റെ പുസ്തകം എന്ന് പറയുന്നുണ്ട്, യാഗങ്ങളുടെ നിയമപുസ്തകം എന്ന് പറയുന്നുണ്ട്, പുരോഹിതന്മാർക്കുള്ള നിയമമാണെന്നുള്ള നിലവാരത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ തൊക്കെ സാധിക്കും. ഏത് നിലവാരത്തിൽ അതിനെ എടുത്താലും ദൈവത്തെ മനുഷ്യൻ എങ്ങനെ ആരാധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള അതിൻ്റെ നിബന്ധനകളും നിയമാവലികളുമാണ് ലേവ്യ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതിന് എല്ലാ വശങ്ങളിലേക്കും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലേവ്യ പുസ്തകത്തിന്റെ ഒറ്റ പോർഷനിലേക്ക് മാത്രം പോയിട്ട് ഞാൻ 2 ഭാഗങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ലേവ്യ പുസ്തകത്തിന് വിടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. ഇതും വിശദീകരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പാഠ്യഭാഗമാക്കേണ്ട പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അപ്പൊ ലേവ്യ പുസ്തകത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തിട്ടുള്ള യാഗങ്ങൾ, യാഗവ്യവസ്ഥകൾ. പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് നിലനിർത്തി പോരേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് ആചരിച്ചു പോരേണ്ടി വരുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ 5 പ്രധാനമായിട്ടുള്ള യാഗങ്ങളെ കുറിച്ച് അവരുടെ ഇടയിലുണ്ട്. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള നിയമസംഹിതകളിലുണ്ട്. അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് 5 യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹോമയാഗം എന്ന് പറയുന്നത്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ അത് വളരെ സവിസ്തരമായിട്ട് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹോമയാഗം, രണ്ടാമത് ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. 5 യാഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 5 യാഗങ്ങളും യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് നിഴലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ പഴയ നിയമം പുതിയ നിയമത്തിന് നിഴലായിട്ട് നിൽക്കുകയാണ്. പുതിയ നിയമം പൊരുളായിട്ടും പഴയ നിയമം നിഴലായിട്ടും നിൽക്കുകയാണ്. അതിന്റെ മധ്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നത്. ഓക്കെ. അപ്പോ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ നിവൃത്തിയായിട്ടുള്ള 5 യാഗ വ്യവസ്ഥകളെ കുറിച്ച് ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലേവ്യ പുസ്തകത്തിന്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ജീവിതത്തിൽ ആചരിക്കേണ്ട 7 ഉത്സവങ്ങളുണ്ട്. ആ 7 ഉത്സവങ്ങളെ കുറിച്ച് ഒരു വലിയ പഠനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 9 ഉത്സവങ്ങളുണ്ട്. അതിലെ 2 ഉത്സവങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇസ്രായേൽ ജനത സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഉത്സവങ്ങളാണ്. പക്ഷെ അതേസമയം ദൈവം അവർക്ക് നിഷ്കർഷിച്ചു കൊടുത്തിട്ടുള്ള 7 ഉത്സവങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കുവാനുണ്ട്. 7 ഉത്സവങ്ങളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. എത്ര പേര് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും ഞാനത് ആവർത്തിച്ച് പറയാറുള്ള സംഭവമാണ് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തിട്ടുള്ള ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ നേരത്തെ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പം ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത ആജ്ഞ അനുസരിച്ച് അവർ ഒരു പെസഹ ആചരിക്കണം എന്നുള്ളത്. 1-ാമത്തെ ഉത്സവം പെസഹ. 2-ാമത്തേത്
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, പെസഹ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദീകരണം, എല്ലാ ഉത്സവങ്ങളെ കുറിച്ചൊരു വിശദീകരണം പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോ ലേവ്യ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉത്സവങ്ങളെ കുറിച്ച്. എന്തുകൊണ്ട് ഉത്സവങ്ങൾ ആചരിക്കണം, എന്താണ് ഉത്സവത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതിന്റെ പ്രതീകങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ ഭൂതകാലങ്ങൾ എന്താണ്, വർത്തമാനകാലങ്ങളിൽ എന്താണ്, ഭാവി കാലങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പെസഹ ആചരിക്കണം. ഒന്ന് പെസഹ ആചരിക്കണം. രണ്ടാമത്തെ പെരുന്നാള് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് അല്ലേ? മൂന്നാമത്തേത് അറിയാമോ? ആർക്കെങ്കിലും പറയാട്ടോ? കൂടാരപ്പെരുന്നാള്. അങ്ങോട്ട് എത്താൻ പറട്ടെ. ഒരു ഓർഡറിൽ നമുക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാ. ഉത്സവങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അതിനെ വിശദീകരിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ ഓർഡർ മനസ്സിലാകുക. ഓർഡറിൽ തന്നെ പോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക. ക്രമം തെറ്റി പറഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ അതിന് ആ ഓർഡർ എന്താണെന്നുള്ളത് ഈ ഉത്സവങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തേത് പെസഹ പെരുന്നാള്, രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, മൂന്നാമത്തേത് ആദ്യ ഫലകറ്റ പെരുന്നാള്. പഠിച്ചിട്ടില്ലേ? നമ്മള് PPCയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇന്നും ആചരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില കാര്യങ്ങളൊക്കെ വർഷത്തിലൊരിക്കൽ നമുക്കുണ്ട്. ഷാജി ബ്രദറെ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മൾ നവംബർ മാസം നടത്താറ് പതിവ്. കൊണ്ടുവരുന്ന സാധനങ്ങളെ ലേലം വിളിക്കുന്നു. കുറച്ചുകൂടെ എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിലുള്ള കേൾക്കുന്നില്ലേ? നമ്മള് എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് ഈ ആര്യമത്സ്യകര പെരുന്നാൾ നടത്താറ്. അന്ന് ദിവസം ഒരു സ്നേഹവിരുന്ന് കൂടി നടത്താറുണ്ട്. വിശ്വാസികൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, പച്ചക്കറി, പലചരക്ക്, അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മളായിട്ട് കുറച്ച് ഐറ്റം പർച്ചേസ് ചെയ്ത സാധനം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഓരോ ഐറ്റം ലേലം വിളിക്കും. 10 ചാർജ് കഴിഞ്ഞാൽ 15-20 നിർബന്ധം വിളിച്ച് അങ്ങനെ എല്ലാ ഐറ്റം വന്ന് സാധനം ലേലം വിളിച്ച പൈസ, ആ പൈസ കൊണ്ട് നമ്മൾ വേടിക്കൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഞാനതിന് പൊതുവായിട്ടൊന്ന് അതിനൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവാലയത്തിലേക്ക് എന്താ പറയാ, നമുക്ക് ലഭിക്കുന്ന ആദായങ്ങളിൽ നിന്ന് അതിന്റെ ഒരു ഓഹരി കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ തത്വം അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യഫലക്കറ്റ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പോടുകൂടി ആദ്യഫലക്കറ്റ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ ആദ്യഫലക്കറ്റയുടെ ആ ഒരു അനുഭവം നമുക്ക് മനസ്സിലായി. ഇനി ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ എന്റെയും നിങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ആ ഒരു സംഭവത്തെ കുറിച്ചാണ് അത് പ്രതികരിക്കുന്നത്. അതിന്റെ വിശാലമായ പഠനങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ മൂന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആദ്യഫലക്കറ്റ പെരുന്നാള് അല്ലേ? ഓക്കെ, അതിന്റെ നിയമാവലികളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട്. ഓക്കെ, സമയം മുന്നോട്ട് പോയല്ലോ, ഞാൻ ഒത്തിരി മുന്നോട്ട് പോയല്ലേ? ഓക്കെ, അപ്പം ഞാനത് വളരെ എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആദ്യഫലക്കറ്റ പെരുന്നാള്. നാലാമത്തെ ഉത്സവം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് പെരുന്നാള്. പെന്തക്കോസ്ത് പെരുന്നാളില് ആണ് ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തത്. അതേ ദിവസത്തിൽ തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. ഓക്കെ, അതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് പിന്നെ പോകാം. പിന്നീട് അത് കഴിഞ്ഞ് വരുന്ന സംഭവമാണ് കാഹളനാഥ പെരുന്നാള്. അത് കഴിഞ്ഞ് വരുന്നതാണ് മഹാപാപ പരിഹാര പെരുന്നാള്. അത് കഴിഞ്ഞ് വരുന്ന പെരുന്നാളാണ് കൂടാര പെരുന്നാള്. ഓക്കെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
ഈ സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും കൂടെ കിടക്കുകയാണ്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാനുള്ളൂ. എങ്കിൽ പോലും അത് അടുത്തൊരു ക്ലാസ്സിലേക്ക് മാറ്റി ഇപ്പോൾ തന്നെ 2-3 മിനിറ്റ് അധികമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് സമയം ഒത്തിരി വൈകി പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശാലമായ പഠനങ്ങൾക്ക് നമുക്ക് പിന്നെ സമയം വേറെ മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.